മറ്റ് ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തുന്ന തന്ത്രി അല്ലെങ്കിൽ ആരാണോ തന്ത്രം അദ്ദേഹമാണ് അവിടെ എന്തൊക്കെ വേണം അല്ലെങ്കിൽ വേണ്ട എന്ന് പറയുക. ശബരിമലയെ സംബന്ധിച്ച് ഇവിടെ എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്ന് നിശ്ചയിച്ചത് മൂർത്തിയായ മണികണ്ഠകുമാരൻ തന്നെയാണ്. എന്തായാലും പന്തള രാജാവിൻ്റെ സങ്കല്പപ്രകാരം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന പ്രകാരം മണികണ്ഠകുമാരൻ തപസ്സിൽ നിന്ന് ഉണർന്ന് യോഗനിദ്രയിൽ നിന്നുണർന്ന് വില്ലാളി വീരനായി മാറാനുള്ള മുഹൂർത്തത്തിലേക്കുള്ള കാത്തിരിപ്പിലാണ്. ആ കാലഘട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മാത്രമല്ല ഇനിയാണ് ശബരിമലയെ സംബന്ധിച്ച് നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകൾ. ഇന്ന് മുതൽ തുടങ്ങി 5 ദിവസം ഗുരുതിയോടുകൂടി പൂർത്തിയാകുന്ന 5 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്ക് സന്നിധാനം എത്തുകയാണ്. അതിന് മുന്നോടിയായാണ് തിരുവാഭരണ പേടകങ്ങൾ സന്നിധാനത്തേക്ക് എത്തുന്നത്. 3 പേടകങ്ങളാണ് തിരുവാഭരണ പേടകമായി പന്തളത്ത് നിന്ന് സന്നിധാനത്തേക്ക് പുറപ്പെടും. ഒന്ന് പ്രധാന പേടകം, ഒപ്പം അതിൽ അയ്യപ്പൻ്റെ തിരുമുഖവും ഉടവാളും ഒക്കെ അടങ്ങുന്ന പ്രധാന പേടകം. രണ്ടാമത്തേത് കൊടിപ്പെട്ടിയാണ്. പിന്നീട് പൂജാപാത്രങ്ങൾ അടങ്ങുന്ന മറ്റൊരു വലിയ പേടകം. അതിൻ്റെ പ്രത്യേകത കൂടി പലയുറി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പോലും എന്തൊക്കെയാണ് തിരുവാഭരണ പേടകത്തിലുള്ളത്, അല്ലെങ്കിൽ തിരുവാഭരണ പേടകത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നതൊക്കെ അറിയാൻ ഓരോ ഭക്തരും താല്പര്യമുണ്ടാവും. സ്വാമി ശരണമയ്യപ്പ, പന്തളത്ത് നിന്നും ജനുവരി മാസം 12-ാം തീയതിയാണ് തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കുന്നത്. തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കുമ്പോൾ തിരുവാഭരണ പേടകങ്ങൾ 3 പേടകങ്ങളിലായി തിരുവാഭരണങ്ങളും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പന്തളത്ത് കൊട്ടാരത്തിൽ നിന്ന് വിവിധ ചടങ്ങുകൾക്ക് ശേഷമാണ് യാത്ര തിരിക്കുന്നത്. 12-ാം തീയതി വെളുപ്പിന് 4 മണിയോടുകൂടി കൊട്ടാരത്തിലെ കുടുംബാംഗങ്ങൾ, മുതിർന്ന അംഗങ്ങൾ ചേർന്ന് ഈ തിരുവാഭരണങ്ങൾ ഗുരുസ്വാമിമാരെ, തിരുവാഭരണ പേടകവാഹകരെ അവർക്ക് കൈമാറുന്നതിന് മുമ്പ്, ശിരസിലേറ്റുന്നതിന് മുമ്പ് ദേവസ്വം അധികാരികൾക്ക് ഈ തിരുവാഭരണങ്ങൾ കൈമാറും. ആ തിരുവാഭരണങ്ങൾ കൈമാറുന്ന തിരുവാഭരണ പേടകങ്ങൾ ശരിക്കും ശബരിമലയിൽ തിരുവാഭരണം ചാർത്തി മകരസംക്രമ സന്ധ്യയിലെ ദീപാരാധന കഴിയുന്നതോടുകൂടി ഒരു ഉത്സവത്തിൻ്റെ പരിസമാപ്തിയല്ല. ശബരിമലയിലെ മകരസംക്രമം തുടങ്ങി 5 നാൾ നീണ്ടു നിൽക്കുന്ന മഹോത്സവത്തിൻ്റെ തുടക്കമാണ്. മകരസംക്രമ ഉത്സവത്തിൻ്റെ തുടക്കം ഈ ശബരിമലയിലെ സംക്രമ പൂജ മുതൽ നടക്കുന്ന നടയടച്ച് തിരുവാഭരണങ്ങളുമായി തിരികെ പോകുന്നത് വരെയുള്ള ഗുരുതി പൂജ വരെയുള്ള ചടങ്ങുകളൊക്കെ തന്നെയും അതിലേക്കാണ് ഈ തിരുവാഭരണ പേടകങ്ങളിലെ തിരുവുത്സവം. തിരുവാഭരണ പേടകങ്ങളുമായി രാജപ്രതിനിധിയാണ് തിരുവാഭരണ ഘോഷയാത്രയെ നയിക്കുന്നത്. വലിയ തമ്പുരാൻ ശബരിമലയിലേക്ക് എഴുന്നള്ളാറില്ല. അദ്ദേഹം നിയോഗിക്കുന്ന മുതിർന്ന രാജകുടുംബാംഗങ്ങളെ രാജപ്രതിനിധിയായിട്ട് പല്ലക്കിൽ തിരുവാഭരണ ഘോഷയാത്ര നയിക്കുവാനായിട്ട് പരിവാരങ്ങളോടൊപ്പം അയക്കുകയാണ് ചെയ്യുന്നത്. ശബരിമല ഉത്സവം മകരവിളക്ക് ഉത്സവം നടത്തുവാനാണ് ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി രാജപ്രതിനിധി എഴുന്നള്ളുന്നത്. ആ രാജപ്രതിനിധി കൊണ്ടുവരുന്ന തിരുവാഭരണങ്ങളിൽ പ്രധാനമായി 3 പേടകങ്ങളിലായിട്ടാണ് ഈ തിരുവുത്സവത്തിനുള്ള തിരുവാഭരണങ്ങൾ അടങ്ങിയ ഘോഷയാത്രയിൽ ഉള്ളത്. ആ പേടകങ്ങളിൽ പ്രധാനമായിട്ട് നാം 18-ാം പടി കടന്ന് വരുന്ന ആ പിരമിഡ് ഷേപ്പിലുള്ള ആ ഒരു പേടകമാണ് 18-ാം പടി കടന്ന് ശ്രീകോവിലിലേക്ക് തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഏറ്റുവാങ്ങി തിരുവിഗ്രഹത്തിൽ ചാർത്തുന്നത്. അതിലുള്ളത് തിരുമുഖമാണ് ഒന്ന് പ്രധാനമായിട്ടുമുള്ളത്. ആ ചാർത്തുന്ന തിരുമുഖം, അതിൻ്റെ പ്രഭാമണ്ഡലം, വലിയ ചുരിക, ചെറിയ ചുരിക, അതോടൊപ്പം നവരത്നമോതിരം, മാലകൾ, അതിനോടൊപ്പം വലംപിരി ശംഖ്, 2 ദേവീരൂപങ്ങൾ, ആന, കടുവ തുടങ്ങിയ ആ ഒരു ഭഗവാനെ അണിയിക്കുവാനുള്ള ആഭരണങ്ങളാണ് പ്രധാന പേടകത്തിലുള്ളതെങ്കിൽ രണ്ടാമത്തെ പേടകത്തിൽ ഉള്ളത് അത് അഭിഷേകത്തിനുള്ള കലശ പേടകമാണ്, സ്വർണ്ണ കലശമാണ്. അതായത് മൂന്നാമത്തെ ദിവസം രാജാവിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന പ്രധാന ചടങ്ങാണ് കളഭാഭിഷേകം. ആ കളഭാഭിഷേകത്തിന് ആയിട്ട് തങ്ക കലശത്തിലാണ് കളഭം ഭഗവാനിലേക്ക് അഭിഷേകം ചെയ്യുന്നത്. കൂടി തീർത്ഥാടന കാലത്തെ മുഴുവൻ അഭിഷേകങ്ങളും പൂർത്തിയാകുകയാണ് തോന്നുന്നില്ലേ? നെയ്യഭിഷേകത്തോടുകൂടി ചൂടായിരിക്കുന്ന ബിംബത്തെ കളഭാഭിഷേകത്തോടുകൂടി അച്ഛൻ്റെ ഒരു സ്നേഹലാളന കൂടി അതിലുണ്ട്. അത്തരം ഒരു കളഭാഭിഷേകത്തോടുകൂടി ഒരു തീർത്ഥാടന കാലത്തെ മുഴുവൻ അഭിഷേക ചടങ്ങുകളും പൂർത്തിയാക്കുകയാണ്. അതിനുള്ള സ്വർണ്ണക്കുടമാണ് ഒരു പേടകത്തിലുള്ളതല്ലേ? അതെ അതെ അതെ, തീർച്ചയായിട്ടും. ഈ തങ്കക്കലശത്തിലുള്ള ആ പന്തളം കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ആ പ്രത്യേകം തയ്യാറാക്കിയ ആ കളഭമാടിയാണ് അവസാനത്തെ അഭിഷേകം. അന്നത്തെ കളഭാഭിഷേകത്തിനു ശേഷം പിന്നീട് നെയ്യഭിഷേകമില്ല. പിന്നീട് നടക്കുന്നത് കളഭസദ്യയും പിറ്റേന്ന് അന്ന്
മണിമണ്ഡപത്തിൽ നിന്നും ശരംകുത്തിയാലിലേക്കുള്ള എഴുന്നള്ളത്തും അതിനുശേഷം പിറ്റേന്നാൾ ഗുരുതി പൂജയുമാണ് നടക്കുന്നത്. അതോടുകൂടി ഗുരുതി പൂജയ്ക്ക് നടയടച്ച് ഗുരുതി പൂജയും കഴിഞ്ഞാൽ പിന്നെ ഭക്തർക്ക് ദർശനമില്ല. രാജാവിൻ്റെ ആ രാജപ്രതിനിധിയും ഭഗവാനും നേർക്കുനേർ കണ്ട് ആ ഒരു മൗന അനുവാദത്തോടു കൂടിയുള്ള തിരിച്ചിറക്കം മാത്രമാണുള്ളത്. മൂന്നാമത്തെ പേടകത്തിലുള്ളത് മണിമണ്ഡപത്തിൽ നിന്ന് ഉള്ള എഴുന്നള്ളത്തിനുള്ള ആനയുടെ പുറത്തേറ്റുന്ന തിടമ്പും അതുപോലെ നെറ്റിപ്പട്ടവും രണ്ട് മലകളെ പ്രതിനിധീകരിക്കുന്ന കൊടിയും കുടയും ആണ്. ഈ കൊടിയും കുടയും ആനച്ചമയവും അതിനു മുകളിൽ യോദ്ധാവായ ഭഗവാന്റെ രൂപമുള്ള തിടമ്പും ആ തിടമ്പേറ്റിയാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു പൃഥ്വിരാജ്, ആ തിടമ്പ് ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ശരംകുത്തിയിലേക്കുള്ള എഴുന്നള്ളത്തിന് പലപ്പോഴും അത്തരം തെറ്റിദ്ധാരണയിലേക്ക് പോകില്ലായിരുന്നു. കാരണം ആ തിടമ്പിൽ കൃത്യമായി കാണാം കൊമ്പൻ മീശയോടുകൂടി നവരത്ന കല്ലുകൾ പതിച്ച അതിൽ കൊമ്പമീശയോടുകൂടി ഇരിക്കുന്ന മണികണ്ഠകുമാരൻ്റെ രൂപമാണ് അതിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. ആ തിടമ്പുമായാണ് ശരംകുത്തിയിലേക്കുള്ള എഴുന്നള്ളത്ത്. ഒരു പക്ഷെങ്കിൽ ചിത്രങ്ങളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ആ ദൃശ്യങ്ങൾ ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്തരം തെറ്റിദ്ധാരണകളിലേക്ക് ആളുകൾ പോകില്ലായിരുന്നു അല്ലേ? സ്വാമി ശരണം, ഇത്തരത്തിൽ തെറ്റിദ്ധാരണകൾ വരുന്നത് ശബരിമലയെ പഠിക്കണമെങ്കിൽ ശബരിമലയുടെ ആചാരങ്ങൾ പഠിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു പ്രാവശ്യമെങ്കിലും വ്രതാനുഷ്ഠാനത്തോടുകൂടി എന്തിനാണ് വ്രതമെന്നും എങ്ങനെയാണ് പൂർണ്ണമായും വ്രതനിഷ്ഠയോടുകൂടി ആ ബ്രഹ്മചര്യ വ്രതം പാലിച്ച് 41 ദിവസത്തെ ആ അനുഷ്ഠാനങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ച് ആ അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ച് ഏതൊക്കെ പാതവഴി എന്തൊക്കെ ചടങ്ങുകളാണെന്ന് മനസ്സിലാക്കി അതിനെന്തിനൊക്കെയാണ് ഈ ചടങ്ങുകൾ ചെയ്യുന്നതെന്ന് ബോധത്തോടുകൂടി ആ ചടങ്ങിൽ പങ്കെടുക്കുകയും ആ ചടങ്ങോടുകൂടി ഇവിടുത്തെ ആചാരങ്ങൾ എന്താണെന്ന് നോക്കി മനസ്സിലാക്കുകയും ഗുരുഭൂതന്മാരോട് ചോദിച്ചറിയുകയും ചെയ്യാതെ കാഴ്ചയിൽ കാണുന്നതോ കഥകളിലോ പാട്ടുകളിലോ കവിഭാവനയിലോ കാണുന്നതല്ല ശബരിമലയുടെ തലം തന്നെ നാം കരുതുന്നതിനും ചിന്തിക്കുന്നതിനും ഒക്കെ അപ്പുറത്ത് നമുക്ക് കയ്യെത്തിപ്പിടിക്കാനും മനസ്സിലാക്കും തോറും മഹാസാഗരത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടാലും അങ്ങെത്താൻ പറ്റാത്ത തരത്തിൽ അത്ര തന്നെ ആഴവും പരപ്പും വിശാലതയും ഉള്ളതാണ് അയ്യപ്പധർമ്മം. ആ അയ്യപ്പധർമ്മത്തെ പഠിക്കാൻ അതിലെ ഒരു തുള്ളിയെങ്കിലും നമ്മുടെ നെറുകയിൽ വീണാൽ മോക്ഷ സാക്ഷാത്കാരമായി എന്ന് വിചാരിക്കുന്ന ഒരു അയ്യപ്പ ഭക്തനാണ് ഞാൻ. അപ്പോൾ അത്തരത്തിൽ ഇതിനെ പഠിക്കാൻ ശ്രമിക്കുകയെങ്കിലും ചെയ്താൽ ആ ആഴങ്ങൾ, ഈ അയ്യപ്പ തത്വത്തിൻ്റെ ആഴം നമുക്ക് കടലിൻ്റെ കരയിൽ നിൽക്കുന്ന ഒരു കൊച്ചുകുട്ടിയെ പോലെയെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാതെ കേവലം ഈ യാന്ത്രികമായി ചെയ്യുന്ന ദർശനത്തോടു കൂടി ഈ സായുജ്യം കിട്ടി എന്ന് കവറിലടച്ചോ കുപ്പിയിലാക്കിയോ കിട്ടുന്ന പുണ്യം പോലെയല്ല ശബരിമല തീർത്ഥാടനത്തിൻ്റെ അർത്ഥവും തലവും വ്യാപ്തിയുമൊന്നും. അത് ആ ശബരിമല തീർത്ഥാടനത്തിൻ്റെ ആചാരങ്ങളിലൂടെ, അനുഷ്ഠാനങ്ങളിലൂടെ, ചടങ്ങുകളിലൂടെ ചിട്ടയായി നാം നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ആത്മാവിനെയും ബുദ്ധിയെയും കടത്തിവിട്ടാൽ മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കൂ. സ്വാമി ശരണം.